അപ്പൊ ഞാൻ ചെയ്തതിന് ഒരു വിലയില്ലെന്നാണോ ഭാഗ്യക്കുറി പറഞ്ഞു വരുന്നേ? എന്ന് ഞാൻ പറഞ്ഞില്ലല്ലോ. ചെയ്ത കാര്യങ്ങൾ സ്വയം പുകഴ്ത്തി പറയുമ്പോ അത് കേൾക്കാൻ ഒരു സുഖം ഉണ്ടാവില്ല. മറിച്ച് മറ്റുള്ളവര് പറയുമ്പോഴാ അതിന് മഹത്വം ഉണ്ടാവുന്നത്. അത് ഓർത്താ കൊള്ളാം. താങ്ക്സ്. ദാ ഇത് പിടിക്ക്. ഇന്നലെ എന്റെ ചേച്ചിക്ക് വേണ്ടി ഹോസ്പിറ്റലിൽ ചെലവായതും പിന്നെ ഓട്ടോ കാശും. എന്തായത്? കാശൊന്നും എനിക്ക് വേണ്ട. ഭാഗ്യക്കുറിയുടെ ചേച്ചിക്ക് വേണ്ടിയല്ലേ? അത് എന്റെ വകയായിട്ടിരുന്നോട്ടെ. വേണ്ട, അങ്ങനെ ആരുടെ സൗജന്യവും സഹതാപവും ഒന്നും എനിക്കും എന്റെ ചേച്ചിക്കും ആവശ്യമില്ല. അതായത് വാങ്ങിക്ക. ഞാൻ പറയുന്നതൊന്ന് കേക്ക്. ഞാനത് സീരിയസ് ആയിട്ട് പറഞ്ഞതാ. സഹതാപത്തിന്റെ പേരിലൊന്നുമല്ല. നമ്മൾ തമ്മിൽ ഇപ്പൊ നല്ല ഫ്രണ്ട്സ് ആയില്ലേ, അതുകൊണ്ട് ഞാനിത് വാങ്ങുന്നില്ല എന്ന് കൂട്ടിയാ മതി. ശരി, വാങ്ങണ്ട. അതെ, ആന്റി വരുന്നുണ്ട്. മോൻ എന്ത് ജോലി ചെയ്തിട്ടാ കുടുംബം പുലർത്തുന്നെന്ന് ഞാൻ ആന്റിയോട് പറയാം. അയ്യോ കുട്ടി, ചതിക്കല്ലേ. കാശ് ഞാൻ വാങ്ങിക്കാമല്ലോ. എന്താടാ ഇവിടെ? എന്താ? അതെ, ഈ കാശേ ഞാൻ ഇന്നലെ ഈ കുട്ടിക്ക്. ഇന്നലെ അല്ല സാർ, ഇപ്പോ. പത്രത്തിന്റെ കാശെന്നും പറഞ്ഞ് സാർ ഇപ്പോഴല്ലേ ഈ കാശ് എനിക്ക് തന്നത്. ഈ സാറിന് ഒരു ഓർമ്മയില്ല ആന്റി. മാസം പകുതിയായതേ ഉള്ളൂ. അതിനു മുൻപ് പത്രത്തിന്റെ കാശും കൊണ്ട് വന്നിരിക്കുന്നു. എന്തുവാടാ ഇത്? അല്ലെങ്കിൽ തന്നെ നീയാണോ ഇവിടെ ഇതൊക്കെ ചെയ്യുന്നത്? ഇവനെ കുറ്റം പറഞ്ഞിട്ട് ഒരു കാര്യമില്ല മോളെ. ഓഫീസിലെ ടെൻഷൻ കൊണ്ട് തലയ്ക്ക് വെളിവില്ലാതെ നടക്കാ ചെറുക്കൻ. ഓഫീസിലും സാറിന് ഭാരിച്ച പണിയാണെന്ന് കണ്ടാൽ അറിയാം. ആ മോളെ, പാല് കാണോ? ഒരു കവറും കൂടി എടുക്കാൻ. നോക്കട്ടെ ആന്റി. എന്താ ആന്റി, ഇന്ന് ഗസ്റ്റ് വല്ലതുണ്ടോ? ഏയ്, ഇവിടെ ആര് വരാനാ? ഇന്നിവന്റെ പിറന്നാളാ. ഇത്തിരി പാൽപ്പായസം വെക്കാന്ന് വെച്ചു. ആഹാ, അത് കൊള്ളാലോ. എന്നാ ഒരു കവർ പാല് എന്റെ വക ഗിഫ്റ്റ് ആയിരുന്നോട്ടെ. മെനി മെനി ഹാപ്പി റിട്ടേൺസ് ഓഫ് ദി ഡേ. താങ്ക് യു, താങ്ക് യു. അല്ല, മോള് വരുന്നോ? ഉച്ചയ്ക്ക് ഇവിടുന്ന് ഊണ് കഴിക്കാം. അയ്യോ, എനിക്ക് വരാൻ പറ്റില്ല ആന്റി, നല്ല തിരക്കുണ്ട്. അമ്മയ്ക്കൊരു ഓട്ടോ പിടിച്ചു പോന്നൂടായിരുന്നോ? ഇത്രയും ദൂരം നടക്കണമായിരുന്നോ? ഓ, ഇതൊക്കെ ഒരു ദൂരാണോടി? പിറന്നാളേരം കുളിച്ചോടാ? പിന്നെ ഇല്ലെങ്കിൽ എന്റെ കാത്തുവിന്റെ കയ്യിൽ നിന്ന് നല്ല വഴക്ക് കിട്ടും. എനിക്ക് അറിഞ്ഞൂടെ എന്റെ കാത്തു. ഭഗവാനെ, എന്റെ കുഞ്ഞിനെ കാത്തോണേ കൃഷ്ണ. ആ, മോൾ എന്ന് താമസിച്ചോ? ആ, പാലുവണ്ടി വരാൻ കുറച്ച് ലേറ്റ് ആയി മുത്തശ്ശി. കൃഷ്ണന്റെ അമ്പലത്തിലെയാ. പായസത്തിനുള്ള കൂട്ടൊക്കെ ആയോ രുക്മിണി? ഇപ്പോഴെയോ? ഈ അമ്മയ്ക്ക് എന്താ, രാവിലത്തെ കാപ്പി ആവുന്നതേ ഉള്ളൂ. ഒന്ന് വേഗം ആവട്ടെ രുക്മിണി. ഇനി എപ്പോഴാ? കാത്തു, പാൽപ്പായസാണെന്ന് കരുതി അധികം കാര്യം ഉത്സാഹിക്കണ്ട, പറഞ്ഞേക്കാം. സ്വന്തമായിട്ട് പഞ്ചസാര ഉൽപ്പാദിപ്പിക്കുന്ന ഫാക്ടറി ആണെന്ന് ഒരു ഓർമ്മ വേണം. നീ പോടാ. വല്ലപ്പോഴും ഇത്തിരി പാൽപ്പായസം കുടിക്കുന്നോണ്ട് ചത്തുപോന്നേ. പോട്ടെ, നീ വാടി മോളെ. ചെല്ലട്ടെ, ഉച്ചയ്ക്ക് ഊണ് വരണം. ഞാനും പോവാ ആന്റി. പാവം, എന്ത് സ്നേഹമുള്ള അമ്മേ മുത്തശ്ശിയ. അവരെയാ ഇങ്ങനെ നട്ടാ കുരുക്കാത്ത നുണ പറഞ്ഞ് പറ്റിക്കുന്നത്. കഷ്ടം. വയസ്സുകാലത്ത് മനുഷ്യന് വന്ന ഓരോ പാകപ്പിഴേ. നാട്ടിലുള്ള മാടക്കടയും പൂട്ടിക്കെട്ടി ഇവിടെ വന്ന് വേഷം കെട്ടി ആടേണ്ട വല്ല കാര്യവുമുണ്ടോ? ഇപ്പൊ വേഷം കെട്ടിച്ചവനുമില്ല, കെട്ടിക്കാൻ കൂട്ടുന്നവന്റെ പൊടി പോലുമില്ല. ഇനി ഇത് എപ്പോഴാണാവോ കൊത്തിക്കീറി അടുപ്പത്ത് വെച്ച് വല്ല കഞ്ഞി കറി ഉണ്ടാക്കി കഴിക്കാൻ പറ്റുക? എടി ആലീസേ, എടി ആലീസേ. ഓ, എവിടെ ഈ പൊട്ടന്റെ ചെവി ചങ്കൂതിയിട്ട് ആര് കേക്കാൻ? അപ്പൻ ഇതെന്തോന്നാ കാണിക്കുന്നേ? വയസ്സുകാലത്ത് നടുവൊടിക്കാനുള്ള വകുപ്പൊപ്പിക്കാണോ? പിന്നെ മരകഷ്ണത്തെ നോക്കി ചിരിച്ചു കാണിച്ച വിറയാകൂടാ? അല്ല, ഇപ്പൊ എത്ര കഷ്ടപ്പെട്ട് എന്തിനാ വിറകീറുന്നെന്ന് ചോദിക്കുക. കീറാതെ പിന്നെ കലമെടുത്ത് അടുപ്പത്ത് വെച്ച് മന്ത്രം ചൊല്ലി കഞ്ഞിയുണ്ടാക്കുന്ന വിദ്യയൊന്നും ഞാനിതിന്റെ അമ്മച്ചയും പഠിച്ചിട്ടില്ല. അതെന്നാ പറ്റിയാ അപ്പച്ചാ? ഇവിടെ ഗ്യാസ് ഇല്ലേ? ഉണ്ടല്ലോ, എനിക്ക് എന്റെ പെമ്പറന്നാരത്തേക്ക് ആവശ്യത്തിന് ഗ്യാസ് ഉണ്ട്. പക്ഷെ അടുക്കളയിലെ കുറ്റിക്കകത്ത് ഒരു തുള്ളി ഇല്ലെന്ന് മാത്രം. അതെന്താ? ബുക്ക് ചെയ്ത കുറ്റി അവന്മാര് കൊണ്ടുവന്നില്ലേ? ദേ, രാവിലെ എന്റെ വായിന്ന് വെളിച്ചവും മുറിച്ചൊന്നും കേൾപ്പിക്കരുതേ. കെട്ടിക്കഴിഞ്ഞ ആഴ്ച 2 ആയി. എന്നിട്ട് അവൻ ഇപ്പോഴാ അപ്പച്ചനെ അമ്മച്ചി ഒന്ന് കാണണമെന്ന് തോന്നിയത്. നീ ഇങ്ങനെ പെമ്പറത്താരത്തെ കൂട്ടി കുതിരപ്പുറത്ത് കയറി സുഖിച്ച് നടന്നോടാ അങ്ങ് വിരുന്നുണ്ണാൻ.
ബാക്കിയുള്ളവൻ ഇവിടെ കിടന്ന് നക്ഷത്രം വേണ്ടുക. എന്നിട്ട് ഒന്നും അറിയാത്തവനൊരു ക്ഷേമം അന്വേഷിക്കാൻ വന്നിരിക്കുന്നു. ഏയ്, നീ ഇതൊന്നും കാര്യമാക്കണ്ട. കുറച്ചു നാള് കാണാതിരുന്ന് കാണുമ്പോ അപ്പൻ ഇങ്ങനെയാ. നീ അടുക്കളയോട്ട് ചെല്ല്. നമ്മൾ വന്നതേ അമ്മച്ചി അറിഞ്ഞു കാണത്തില്ല. ചെല്ല്. അപ്പ ഒരുമാതിരി വെടക്ക് സ്വഭാവം കാണിക്കില്ല. അവളുടെ മുന്നിലെ വണ്ടിത്താനത്തിലെ മാടക്കടക്കാരൻ കുരിയച്ചനല്ല അപ്പനിപ്പോ. ഗൾഫുകാരൻ ജോസൂട്ടിയുടെ അപ്പനാ. അപ്പോ വർത്തമാനം പ്രവർത്തിയൊക്കെ അതിന്റെ നിലയ്ക്കും വിലയ്ക്കും വേണം. ഒരു ഗൾഫുകാരൻ വന്നിരിക്കുന്നു. ഇവിടെ പണ്ടെങ്ങാണ്ട് അവിടെ പോയി കുറെ കാശ് കളഞ്ഞെന്നല്ലാതെ എന്തെങ്കിലും പ്രയോജനം ഉണ്ടായിട്ടുണ്ടോ? അന്നേ ഞാൻ പറഞ്ഞതാ വേണ്ടാത്ത ഏർപ്പാടിനൊന്നും പോകണ്ടാന്ന്. നിന്റെ എന്നിട്ട് തള്ളയുടെ ആർത്തി കാരണമാ ഞാനിവിടെ കിടന്ന് കഷ്ടപ്പെടേണ്ടി വരുന്നത്. ഒരു കുറവും വരാൻ നോക്കിക്കൊള്ളാമെന്ന് നീയും നിന്റെ പൂക്കാരനൂടെ പറഞ്ഞത് ഇതിനായിരുന്നോടാ? അതിനെന്താ നിങ്ങൾക്ക് ഇവിടെ കുറവ്? എന്താ കുറവെന്നോ? കൊട്ടാരം പോലെ ഒരു വീട് വാടകയ്ക്ക് എടുത്ത് തന്നെന്ന് വിചാരിച്ച് വയറ്റിലോട്ട് വല്ലതും പോമോടാ? വിശക്കുമ്പോ മണ്ണ് മുഴുകി തിന്നാൻ പറ്റുമോടാ? ഒരാഴ്ചയായിട്ട് വല്ലോന്റെ പറമ്പിലെ കപ്പയും കാച്ചിലുമാ ഞാൻ നിന്റെ അമ്മച്ചി തിന്നുന്നത്. അതും ഇപ്പൊ അയലത്തുകാർക്കൊക്കെ സംശയം തോന്നി തുടങ്ങിയിട്ടുണ്ട്. അമ്മച്ചിയാണ് 2 ദിവസം നിന്നെ കണ്ടില്ലായിരുന്നെങ്കിൽ പേരെയും പൂട്ടി ഞാനും ആലീസും കൂടെ സ്ഥലം വിട്ടേനെ. അത്രയ്ക്ക് ഗതികേടാടാ മക്കളെ. കിടന്ന് കൂടുതൽ തൊള്ള തുറക്കണ്ട. എന്തെങ്കിലും ചെയ്യാം പോരെ? ഈ പണ്ടാരം പിടിച്ച മഴ കാരണം ചുള്ളിക്കമ്പുകളെല്ലാം നനഞ്ഞല്ലോ കർത്താവേ. ഇടി വെട്ടിയവന്റെ തലയിൽ തേങ്ങ വീണ ഏർപ്പാടായി പോയത്. നീ എന്താടി കൊച്ചെ പെരുന്നാൾ കാണുമ്പോൾ ഇങ്ങനെ കണ്ണും തള്ളി നിൽക്കുന്നത്? ആ അതും തീർന്നോ? എന്നാ പിന്നെ വീട്ടുകാരും വിരുന്നുകാരൊക്കെ വരുമ്പോ മധുരയില്ലാത്ത കട്ടൻ കുടിച്ചാ മതി. അല്ലാതെ ഞാനിപ്പോ എന്നാ ചെയ്യാനാ? അവന് പെണ്ണു വീട്ടിൽ ഉണ്ടുറങ്ങി സുഖിച്ചാ മതിയല്ലോ. ഞങ്ങൾ ഇവിടെ കിടന്ന് ചക്രശ്വാസം വലിക്കുന്നത് ആർക്കും അറിയണ്ട. അരി ഉപ്പും മുളകും ഒക്കെ തീർന്നത് പോട്ടെ, ഈ മാസത്തെ വാടക കാശ് കൊടുത്തില്ലെങ്കിൽ ഇവിടുന്ന് ഇറങ്ങി കൊടുക്കണമെന്ന ഉടമസ്ഥൻ വന്ന് പറഞ്ഞിട്ട് പോയത്. അതെങ്കിലും കറക്റ്റ് സമയത്ത് കൊടുക്കാൻ പറ്റുമാവോ? വാടകയോ? അപ്പൊ ഈ വീട് വാടകയ്ക്ക് എടുത്തതാണോ അമ്മച്ചി? പിന്നല്ലാതെ ഇത്രയും വലിയ വീട് ആരെങ്കിലും ചുമ്മാ താമസിക്കാൻ തരുവോടി? മാസാമാസം 6000 രൂപയെ അങ്ങോട്ട് എണ്ണി കൊടുക്കുന്നത്. അല്ല, ഈ വീടും പറമ്പും സ്വന്തമാണെന്നാണല്ലോ കല്യാണത്തിന് മുമ്പ് ഇവിടുത്തെ അപ്പച്ചൻ പറഞ്ഞത്. ആര് പറഞ്ഞു? എപ്പോ പറഞ്ഞു? ഇവിടെ ആരും അങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ല. സ്വന്തമായിട്ട് വീടും പറമ്പും നോക്കുന്നുണ്ടെന്നായിരിക്കും അവന്റെ അപ്പച്ചൻ പറഞ്ഞിട്ടുള്ളത്. അല്ലാതെ ഇത്രയും വലിയ വീടൊക്കെ സ്വന്തം പറയാൻ ഞങ്ങൾക്ക് എന്താ തലയ്ക്ക് സുഖമല്ലേ? നീയും നിന്റെ വീട്ടുകാരൊക്കെ മറിച്ച് ചിന്തിച്ചേന് ഞങ്ങൾ എന്ത് ചെയ്യാനാ? നീ ഇങ്ങനെ മിഴിച്ചു നിൽക്കാതെ അവിടുന്ന് കുറച്ച് കൊച്ചുള്ളിയും മുളകും എടുത്ത് ആ അമ്മിയിലോട്ടൊന്ന് വെച്ച് ചതച്ചേടി. പുഴുക്കിൻ്റെ കൂടെ എന്തെങ്കിലും ഇച്ചിരി നാവി വെക്കാലോ. പിന്നെ അതിനൊന്നും മിക്സി എടുക്കാൻ നോക്കല്ലേ. കറണ്ട് ഇല്ല. ബില്ല് അടയ്ക്കാത്തോണ്ടേ കറണ്ട് കട്ട് ചെയ്തിരിക്കോ കേട്ടോ? ഈശോയെ, കറണ്ട് ചാർജ് 14,000 രൂപ, ഫോൺ ബില്ല് 6,000. എന്തുവാ ഇതൊക്കെ? ഞാൻ ഇതിനൊക്കെ എവിടെ പോയി സമാധാനം പറയും? നിന്നെ കൊണ്ട് അടയ്ക്കാൻ പാങ്ങില്ലെങ്കിൽ നീ നിന്റെ അച്ഛൻ വീട്ടുകാരുടെ കൊണ്ട് കൊടറാ. അല്ലെങ്കിൽ ഈ വീടെടുത്തത് ഞങ്ങളെ കൊണ്ട് ഈ കോലം കെട്ടിക്കുന്ന ആ പൂക്കാരന്റെ മുന്നേ കൊണ്ടിട്ടൂടെ. എന്നിട്ട് അയാൾ കൊണ്ടുപോയി അടയ്ക്കാൻ പറ. ഇവിടെ വന്ന് AC കിടന്നുറങ്ങി ശീലിച്ചിട്ട് ഇപ്പൊ ആ കുന്ത്രാണ്ടം ഇല്ലാതെ ഒരുപോലെ കണ്ണടയ്ക്കാൻ പറ്റുന്നില്ലടാ മക്കളെ. നീ എങ്ങനെയെങ്കിലും ആ കറണ്ട് ബില്ലൊന്ന് അടച്ചതാ. അപ്പം പറയുന്നത് പോലെ നീ ആ പൗലോസിച്ചായനോട് മോനോട് ചെന്ന് പറ. അവര് പറഞ്ഞിട്ടില്ലേ നമ്മൾ ഈ തരികിട കാണിച്ചത്. ഓ പിന്നെ അങ്ങോട്ടേക്ക് ചെന്നേച്ചാലും മതി. നിങ്ങൾ എന്ത് ഭാവിച്ചാ രണ്ടാളും? ഇക്കണക്കിന് പോയ ചത്ത് കിടക്കുന്ന കുഴിമാടത്തിൽ വരെ AC ആക്കാൻ പറയില്ലോ രണ്ടാളും. തള്ളേ, ഈ കല്യാണം നടത്താൻ ഇച്ചിരി പൊങ്ങച്ചം കാണിച്ച് ജീവിക്കണമെന്നേ അവര് പറഞ്ഞിട്ടുള്ളൂ. അല്ലാതെ എന്നും കുന്നും ഇങ്ങനെ അർമാതി ജീവിക്കാമെന്ന് നിങ്ങൾ നോക്കണ്ട. എന്ന് പറഞ്ഞാൽ നിന്റെ പെണ്ണ് വീട്ടുകാരുടെയും പൂക്കാടന്മാരുടെയും നിലയ്ക്കും വിലയ്ക്കും ഒക്കെ ഞങ്ങൾക്കും ജീവിക്കണ്ടേടാ. അല്ലെങ്കിൽ അതിന്റെ മോശം നിനക്കല്ലേ? പിന്നെ അതിപ്പോ അവർക്ക് വന്നു കയറിയ സമയത്ത് തന്നെ മനസ്സിലായിട്ടുണ്ടാവും. രണ്ടാളോടായിട്ട് പറയാ, നമ്മൾ ഉടായ്പ് കാണിച്ചാണ് ഈ കെട്ട് നടത്തിയെന്ന്. അവർക്കോ അവരുടെ വീട്ടുകാർക്കോ ഇതുവരെ മനസ്സിലായിട്ടില്ല. അത് എത്ര കാലം പിടികൊടുക്കാതെ നീട്ടിക്കൊണ്ട് പോകുന്നോ അത്രയും കാലം നമുക്ക് നല്ലത്. പറഞ്ഞേക്കാം. മിന്നുകെട്ട് കഴിഞ്ഞിട്ട് 2 ആഴ്ച കഴിഞ്ഞില്ലേടാ. ഇനി ഇതൊക്കെ മറച്ചു വെക്കാതെ പെയ്യെ നമ്മുടെ അവസ്ഥ അവരെ കൂടെ അറിയിക്കാൻ നോക്ക്. വെറുതെ ഒന്നും അല്ലല്ലോ, ആവതില്ലാതെ ഒരുത്തിയെ ആയുഷ്കാലം ചുമക്കുന്നില്ലേ നീ?
അതിന്റെ കൂലിയാണെന്ന് വിചാരിച്ചാ പോരെ അവർക്ക്. ദേ ഒരു കാര്യം പറഞ്ഞേക്കാം, ഇവിടെ ഞങ്ങളെ പട്ടിണിക്കിട്ട് പരിഷ്കാരം കാണിക്കാനാണ് നിന്റെ ഉദ്ദേശമെങ്കിലേ ഞങ്ങളങ്ങ് നാട്ടിൽ പോയി കളയും, പറഞ്ഞേക്കാം. അമ്മച്ചി ഒന്ന് വാ അടയ്ക്കുന്നുണ്ടോ? അവള് പറഞ്ഞില്ല എന്താടാ തെറ്റ്? കള്ളം പറഞ്ഞ തരികട കാണിച്ചും അയാൾ ഈ കെട്ട് നടത്തിയിട്ടുണ്ടെങ്കിലേ അത് പൊളിയാതെ കൊണ്ട് നടക്കേണ്ട ഉത്തരവാദിത്വം ആ പൂക്കാടന്മാർക്കാ. അല്ലാതെ ഇവിടെ ഞങ്ങളെ പട്ടിണിക്കിട്ടു ഇരട്ട തിരുത്തുകയല്ല വേണ്ടിയത്. അതാ അവന് പറഞ്ഞത് പിടിച്ചില്ലാന്ന് തോന്നുന്നു. പിന്നെ അല്ല നമ്മൾ പട്ടിണി കിടക്കണോ? നീ ഇവിടെ വന്നിരിക്കായിരുന്നോ? അപ്പുറത്ത് അമ്മച്ചി തിരക്കുന്നു. സത്യം പറ, നിങ്ങൾ ആരാ? എന്താ നിങ്ങളുടെ ജോലി? അപ്പുറത്ത് ഞാൻ കണ്ടത് സത്യത്തിൽ നിങ്ങളുടെ അപ്പച്ചനും അമ്മച്ചിയാണോ? നിനക്കിപ്പോ അങ്ങനെ തോന്നാൻ വേണ്ടി ഇപ്പൊ എന്തുണ്ടാ ഇവിടെ? വേണ്ട, എന്നോട് നിങ്ങൾ ഒന്നും ഒളിക്കാൻ നോക്കണ്ട. പറഞ്ഞതൊക്കെ ഞാൻ കേട്ടു. കള്ളം പറഞ്ഞ് തട്ടിപ്പ് കാണിച്ച് നടത്തിയതായിരുന്നു ഈ കല്യാണം അല്ലേ? നിങ്ങൾക്ക് ഗൾഫിൽ നല്ല ജോലിയാണെന്നും ഈ വീടും പറമ്പ് സ്വന്തമാന്നൊക്കെയല്ലേ അന്ന് ഇച്ചയനോട് നിങ്ങൾ പറഞ്ഞത്. എന്നിട്ട് ഇവിടെ വന്നപ്പോ നിത്യവൃത്തിക്ക് കഴിയാനുള്ള വക പോലും ഇല്ലാതെ വാടക വീട്ടില്. എന്തിനു വേണ്ടിയായിരുന്നു ഈ ചതി? അതിനു വേണ്ടി എന്ത് ദ്രോഹ ഞാനും എന്റെ വീട്ടുകാരും നിങ്ങളോട് ചെയ്തത്? പറയാൻ ആണുങ്ങളുടെ മെക്കിട്ട് കയറുന്നോടി അഹങ്കാരി. നീ എല്ലാം അറിഞ്ഞ സ്ഥിതിക്ക് തുറന്നങ്ങ് പറഞ്ഞേക്കാം. ശരിയാ, നീയും നിന്റെ വീട്ടുകാരും കരുതും പോലെ ഞാൻ ഗൾഫുകാരനോ പണക്കാരനോ അല്ല. അങ്ങനെയൊക്കെയാണെന്ന് പറഞ്ഞ് തെറ്റിദ്ധരിപ്പിച്ച് തന്നെയാ ഈ കെട്ട് നടത്തിയത്. പക്ഷേ അതൊന്നും എന്റെ ബുദ്ധിയായിരുന്നില്ല. നിന്റെ ഇച്ചായന്റെ പെണ്ണ് വീട്ടുകാരെ നിർബന്ധിച്ചോണ്ടാ ഞാൻ ഈ മിന്നേട്ടിന് തയ്യാറായത്. വണ്ടിത്താനത്തിലെ ഒരു ഫിനാൻസ് കമ്പനിയിലെ CC പിടുത്തക്കാരനാ ഞാൻ. ആ വകയിലാ ബെന്നിച്ചനെ പരിചയം. ആദ്യം ഇങ്ങനെ ഒരു കാര്യം പറഞ്ഞ് എന്റെ അടുത്ത് വന്നപ്പോ ഞാൻ ഒഴിഞ്ഞു മാറിയതാ. പിന്നെ അയാള് പൂക്കാട മുതലാളിയായിട്ട് നേരിട്ട് വന്നു. അങ്ങനെ നിർബന്ധിച്ച് കുഴുക്കി ചാടിച്ചതാ എന്നെ. ഗൾഫുകാരനാന്ന് പറഞ്ഞാ മതി എന്നുള്ള ഐഡിയ ഒക്കെ അവരുടേതായിരുന്നു. ഈ വീട് വാടകയ്ക്ക് എടുത്തു തന്നു. എന്റെ അപ്പനെ അമ്മച്ചിയെ ഇവിടെ കൊണ്ട് താമസിപ്പിച്ചതും അവര് തന്നെയാ. പിന്നെ ഇവിടെ എത്രമാത്രം പൊട്ടിത്തെറിക്ക് ഇവിടെ ഒന്നും സംഭവിച്ചില്ലല്ലോ. കള്ളം പറഞ്ഞിട്ടാണെങ്കിൽ എന്നെ പോലെ ഒരു യോഗ്യനായ ഭർത്താവിനെ നിനക്ക് കിട്ടിയില്ലേ? ഞാനില്ലായിരുന്നെങ്കിൽ നിന്നെ കെട്ടാൻ ആരെങ്കിലും വരുമായിരുന്നു? ഈ ചട്ടുകാലം വെച്ച് ആയുഷ്കാലം മുഴുവനും നീ അവിടെ ഇരുന്ന് തുരുമ്പിച്ചേനെ. ഇടി അന്തസ്സായിട്ട് പോറ്റുന്നില്ലേ നിന്നെ? അതിൽ കൂടുതൽ നിനക്ക് പിന്നെ എന്തോ വേണമെന്നാ? പിന്നെ ഒരു കാര്യം കൂടി പറഞ്ഞേക്കാം. ഇവിടെ വച്ച് നീ കണ്ടതും കേട്ടതും ഒക്കെ നിന്റെ മനസ്സിരുന്നാൽ നിനക്ക് കൊള്ളാം. അല്ലാതെ നീ ചെന്ന് നിന്റെ അപ്പനോടോ ആങ്ങളോടോ എല്ലാം വിസ്തരിച്ചിട്ട് എന്നെ ഉമ്മാക്കിയാക്കാനാണ് പ്ലാനെങ്കിൽ പുല്ലെല്ലാം കൂടി വെട്ടി എറിഞ്ഞ് ഞാൻ മതിയാക്കി പോവും. പിന്നെ നിന്നെ കെട്ടാൻ ഒരുത്തന്നെ മുണ്ടുമുറുക്കി ഉടുക്കേല. ഒന്നാമത് ചട്ടുകാലി, അതിന്റെ കൂടെ ഒന്ന് കെട്ടിയെന്ന് കൂടി അറിയുമ്പോ പിച്ചക്കാര് പോലും ആ പരിസരത്ത് അടുക്കേല. അപ്പനും ആങ്ങളെ അമ്മച്ചിയും കൂടി ഈച്ചയാട്ടി ഇരിക്കേണ്ടി വരും. അതൊക്കെ നന്നായിട്ട് ഓർത്തിട്ട് വേണം ഓൾ എന്റെ കൂടെ അങ്ങോട്ട് വരാൻ. മനസ്സിലായോ? ആന്റി അന്വേഷിച്ചു എന്ന് പറഞ്ഞു. ആ മോളെ വിളിപ്പിച്ചതൊരു കാര്യം പറയാനാ. ആന്റിക്ക് വളരെ വേണ്ടപ്പെട്ട ഒരു കസ്റ്റമർ നമ്മുടെ VIP റൂമിൽ ഇരിപ്പുണ്ട്. വെറും കസ്റ്റമർ അല്ല കേട്ടോ, ആന്റിയുടെ ഒരു റിലേറ്റീവ് കൂടിയാ. ഇവിടെ വരുമ്പോഴൊക്കെ മസാജും സ്പായും ഒക്കെ ചെയ്തിട്ടേ പോവുള്ളൂ. ദേ ഇന്ന് മോൾ വേണം അറ്റൻഡ് ചെയ്യാൻ. അയ്യോ ആന്റി, ഞാൻ ഒറ്റയ്ക്കോ? അതിനു വേണ്ട എക്സ്പീരിയൻസ് ഒന്നും എനിക്ക് ആയിട്ടില്ല. നമുക്ക് ശാന്തി ചേച്ചിയെ വിളിക്കാം, ഞാൻ വേണേ അസിസ്റ്റ് ചെയ്യാം. ആ അത് കൊള്ളാം. എന്നും ഇങ്ങനെ സഹായിയായി നിന്നാ മതിയോ നിനക്ക്? ഒറ്റയ്ക്ക് ഒരാളെ അറ്റൻഡ് ചെയ്യാനുള്ള മിടുക്കൊക്കെ ഇപ്പൊ നിനക്കുണ്ട്. ശാന്തി അവിടെ വേറൊരു കസ്റ്റമർക്ക് പെഡിക്യൂർ ചെയ്യുക. ഇത് നീ തനിയെ അങ്ങ് ചെയ്താ മതി. ചെല്ല്. എന്നാലും ആന്റി. ഒരെന്നാലും ഇല്ല, അങ്ങോട്ട് ചെല്ലടി. ദേ ആൾക്ക് നിന്നെ ഇഷ്ടപ്പെട്ട പിന്നെ ഇവിടെ വരുമ്പോഴൊക്കെ നിന്നെ അന്വേഷിക്കും. നല്ല ടിപ്പും കിട്ടും. അത്രയ്ക്ക് ബെഡാ പാർട്ടിയാ.
നിന്നെ ഇഷ്ടമായ അത് നിന്റെ ഭാഗ്യാണെന്ന് കരുതിക്കോണം. അതുകൊണ്ടല്ലേ ആന്റി നിന്നെ നിർബന്ധിക്കുന്നത്. ചെല്ല്, കൊറേ നേരമായ ആള് വെയിറ്റ് ചെയ്യാ. ചെല്ലു മോളെ. ഞെട്ടി, ശരിക്കും ഞെട്ടിച്ചു കളഞ്ഞു നീ. പപ്പായുടെ VIP റൂമിൽ എനിക്ക് വേണ്ടി ഒരു സർപ്രൈസ് ഒരുക്കി വെച്ചിരിക്കുന്നു മായാൻറ്റി പറഞ്ഞപ്പോ ഞാൻ ഇത്രയും കൂടെ പ്രതീക്ഷിച്ചില്ല. മോക്ക് ഈ ചേട്ടായി ഓർമ്മയുണ്ടോ? അതെന്ത് ചോദ്യാ ഞാൻ ഈ ചോദിച്ചേ? ഗോഡ്വിനെയും സൈനയും ഒക്കെ മോക്ക് അത്ര പെട്ടെന്ന് മറക്കാൻ പറ്റുമോ? മോൾ ഓർക്കുന്നില്ലേ, അന്ന് കോടതി മുറിയിൽ വെച്ചാ നമ്മൾ അവസാനമായിട്ടൊന്ന് കണ്ടത്. അത് കഴിഞ്ഞ് പരോളിറങ്ങിയപ്പോ ഞാനൊന്ന് കാണാൻ ശ്രമിച്ചിരുന്നു. പക്ഷേ ആ സമയത്ത് മോളുടെ പപ്പ ഇങ്ങനെ തള്ളക്കോഴി കുഞ്ഞുങ്ങളെ കൊണ്ടു നടക്കും പോലെ ചിറകിനടിയിൽ ഒതുക്കി നടക്കുമായിരുന്നു. അതുകൊണ്ടൊന്നൊന്ന് കാണാനോ താങ്ക്സ് പറയാനോ സമയം കിട്ടിയില്ല. സാരമില്ല, മോളിപ്പോ ഫ്രീ ബാഡാണെന്ന് ഞാൻ അറിഞ്ഞു. ഏതായാലും നീ മായന്റെ അടുത്ത് വന്ന് പെട്ടത് നന്നായി. നല്ല രാശിയുള്ള സ്ത്രീയാ. ഇനി നിനക്ക് വെച്ചടി കയറ്റമായിരിക്കും. എന്താ നീ അന്തം വിട്ട് നോക്കി വെക്കുന്നേ? നടക്കട്ടെ. മോള് ചേട്ടായിയുടെ തലയൊന്ന് മസാജ് ചെയ്തേ. നിങ്ങൾ ഇത്ര വൃത്തിയായിട്ട സ്ത്രീയെന്ന് ഞാൻ വിചാരിച്ചില്ല. എന്ത് പറ്റി മോളെ? എന്താ ഉണ്ടായത്? എന്താ ഉണ്ടായതെന്ന് നിങ്ങൾക്ക് അറിയണോ അല്ലേ? നിങ്ങൾ എന്തിനാ എന്നെ അവിടേക്ക് പറഞ്ഞയച്ചത്? ഞാൻ അത്തരക്കാരിയാണെന്ന് കരുതിയോ? മോളെ നീ എന്താ ഇങ്ങനെ? എന്താ സംഭവിച്ചത്? ഇതൊരു ലേഡീസ് പാർലർ ആണെന്ന് പറഞ്ഞിട്ടല്ലേ ഞാൻ ഇവിടെ ജോലിക്ക് വന്നത്? പിന്നെന്തിനാ അയാളകത്ത് കയറ്റിയിരുത്തിയത്? അയാൾക്ക് ഞാൻ തന്നെ മസാജ് ചെയ്ത് കൊടുക്കണം. അതിനു വേണ്ടിയില്ലേ നിങ്ങൾ എന്നെ അവിടേക്ക് പറഞ്ഞു വിട്ടത്? ഇത് ഭയങ്കര ചീപ്പായി പോയി. നീ ഒന്ന് അടങ്ങു മോളെ. അവൻ എന്റെ കസ്റ്റമർ ഒന്നുമല്ല, എന്റെ സ്പെഷ്യൽ ഗസ്റ്റാ. ഞാൻ പറഞ്ഞില്ലേ, ഇവിടെ വരുമ്പോഴൊക്കെ അവൻ എന്നെ ഒന്ന് വന്ന് തല കാട്ടിട്ട് പോകും. കൂടെ എന്തെങ്കിലും മസാജോ ഫേഷ്യലോ അങ്ങനെ എന്തെങ്കിലും. നമുക്ക് വേണ്ടപ്പെട്ടവർ വന്നാ എങ്ങനെയാ മോളെ? വേണ്ട, എനിക്ക് കൂടുതലൊന്നും കേൾക്കണ്ട. നിങ്ങൾക്ക് വേണ്ടപ്പെട്ടവരാണെങ്കിൽ നിങ്ങൾ അയാളെ അറ്റൻഡ് ചെയ്തോണം, അല്ലാതെ ബാക്കിയുള്ളവരെ അല്ല അതിനൊന്നി തള്ളി വിടേണ്ടത്. അതിന് നീ എന്തിനാ ഇങ്ങനെ ദേഷ്യപ്പെടുന്നത്? അതിനുവേണ്ടി ഒന്നും സംഭവിച്ചില്ലല്ലോ. നാണമില്ലല്ലോ നിങ്ങൾക്ക് ഇങ്ങനെ. നിങ്ങൾ ഇത്തരക്കാരിയാണെന്ന് ഞാൻ വിചാരിച്ചിരുന്നില്ല. ഇന്നത്തോടെ മതിയാക്കാൻ ഞാൻ ഇവിടുത്തെ ജോലി. മതിയായി എനിക്ക്. ഇനി ജീവൻ പോയാലും ഇങ്ങോട്ടേക്കില്ല ഞാൻ. മോളെ നിക്ക്, ഞാനൊന്ന് പറയട്ടെ. വേണ്ട, ഇനി ഒന്നും പറയണമെന്നില്ല. ഇത്ര നാളെ നിങ്ങളെ പോലൊരു സ്ത്രീയാണല്ലോ ഞാൻ ആന്റി എന്ന് വിളിച്ചത്. കഷ്ടം. അവൾ ആന്റിയുടെ നെറ്റ്വർക്കിൽ ഒതുങ്ങിയില്ല അല്ലേ? എന്താ ഉണ്ടായത്? തിടുക്കം കാണിക്കരുതെന്ന് ഞാൻ അപ്പോഴേ പറഞ്ഞതല്ലേ. അതിന് ഞാനെന്ത് കാണിച്ചുന്നാ? ഇത് കഥ വേറെയാ, കുറച്ച് ഫ്ലാഷ് ബാക്ക് ഉണ്ട്. ഏതായാലും ഒരു കാര്യം ആന്റി ഉറപ്പിച്ചോ, മറ്റു പലരെയും പോലെ അവളെ അത്ര പെട്ടെന്ന് കെണിയിച്ചാടിക്കാൻ പറ്റുമെന്ന് വിചാരിക്കണ്ട. നീ നോക്കിക്കോ ഗോഡ്വിൻ, അവൾ എങ്ങും പോകില്ല. മായയുടെ കൂട്ടിലേക്ക് ഒരു കിളി പറന്നിറങ്ങിയാൽ അത് പിന്നെ ആകാശം കാണണമെങ്കിൽ ഈ മായ വിചാരിക്കണം. അവൾ വരുത്തും ഞാൻ, നീ കണ്ടോ. എല്ലാം നശിപ്പിച്ചല്ലോടാ നീ. അവളെ വിചാരിച്ചെടുത്ത് എത്തിക്കാൻ പറ്റിയ അവസരോ നീ ആയിട്ട് കളഞ്ഞു വിളിച്ചത്. ഞാൻ എന്ത് ചെയ്തു എന്നാ നീ പറയുന്നേ? അവളെ പെട്ടെന്ന് കണ്ടപ്പോ ഞാനൊന്ന് എക്സൈറ്റഡ് ആയി പോയെന്നത് സത്യവാ, അല്ലാതെ നീ കരുതുന്ന പോലെ ഞാൻ. ഓ, അവന്റെ ഒരു എക്സൈറ്റ്മെന്റ് ഒന്നുമല്ല. പെണ്ണുങ്ങളെ കാണുമ്പോഴുള്ള നിന്റെ സൂക്കേട് എന്താന്ന് എനിക്കറിയാം. എന്താ വീണ്ടും പോയി അഴിയണി കിടക്കാൻ വല്ല പ്ലാനും ഉണ്ടോ? ഒന്ന് കിടന്ന് അറപ്പ് മാറിയവരില്ലടി നമ്മൾ. നീ കരുതുന്ന പോലെ അവൾ കേസിനൊന്നും പോവില്ല. അതിനൊക്കെ അവൾക്ക് ആരുടെ സപ്പോർട്ടാ ഉള്ളത്? ബാധ്യതയാവുമെന്ന് കരുതി ഏറ്റെടുക്കാൻ മടിക്കുന്നവരാ കൂടുതൽ. അപ്പൊ പിന്നെ അവൾ എന്ത് ചെയ്യുന്ന? ആകെ നനഞ്ഞ സ്ഥിതിക്ക് ഒന്ന് കുളിച്ചു കയറാന്ന് കരുതും. അത് നിനക്ക് അവളെ ശരിക്കും അറിയാഞ്ഞിട്ടാ ഗോഡ്വിൻ. രണ്ടും കൽപ്പിച്ച് നടക്കുന്നവളാ അവള്. പോരാത്തതിന് ഇപ്പൊ ചില ലോക്കൽ കണക്ഷൻസും ഉണ്ട്. അത് മതി നാട്ടുകാരിടപെട്ട് ആകെ. എന്താ ആ റാഗിംഗ് കേസിന്റെ ക്ഷീണം ഒന്ന് മാറി വരുന്നതിന് മുൻപ് ഇനി പീഡന കേസിലും പ്രതിയാവണോ നിനക്ക്?
നിന്റെ മായാന്റെ ആളെങ്ങനെയാടാ? അവളെ വീണ്ടും വലയിലാക്കാനുള്ള മിടുക്കുണ്ടോ അവർക്ക്? ഉണ്ടോന്നോ? കൊള്ളാം. ഉടായിപ്പിന്റെയും തരികിടയുടെയും യൂണിവേഴ്സിറ്റിയാണ് മോളെ അവര്. എന്താ നീ ചോദിച്ചേ? എങ്കിൽ വല പൊട്ടിച്ചു പോയവളെ വീണ്ടും കൂട്ടിലാക്കാൻ പറ അവരോട്. അത്ര മിടുക്ക് അവർക്കുണ്ടെന്ന് തെളിയിച്ചാൽ അവരെ ഞാൻ വേണ്ട രീതിയിലൊന്ന് കാണുന്നുണ്ടെന്നും പറഞ്ഞേക്ക്. അക്കാര്യത്തിൽ അവര് പുലിയാ മോളെ. പക്ഷെ പെണ്ണ് കടുംപിടുത്തം പിടിച്ചാൽ വരണം. അവരുടെ നിയന്ത്രണത്തിലേക്ക് അവളെ കൊണ്ടുവന്നാൽ പിന്നെ അവിടുന്ന് കളി നമ്മൾ അങ്ങോട്ട് ഏറ്റെടുക്കും. പക്ഷേ പന്ത് നമ്മുടെ കോർട്ടിൽ എത്തിക്കേണ്ട ചുമതല അവർക്കാ. അതുകൊണ്ട് നിന്റെ മായാന്റിയോട് ഒന്നുകൂടി ഒന്ന് ഉഷാറാവാൻ പറഞ്ഞേക്ക്. ഡൺ.